ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഞാനൊരു 2 വർഷങ്ങൾക്ക് മുന്നേ വളരെ സന്തോഷത്തോടെ വളർത്തിക്കൊണ്ടുവന്ന ഒരു 7 ഡേയ്സ് റോസാണിത്. ഒരു മദർ പ്ലാന്റ് നിറയെ പൂ പിടിച്ച് അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാനത് എനിക്ക് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നു. അത് റീപോട്ട് ചെയ്തു. വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേരോടുകയും അതുപോലെ തന്നെ നിറയെ മുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. മുട്ടുകൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഉണ്ടാകുന്നത്. അത് അന്നെനിക്ക് അത്രയധികം പെസ്റ്റ് അറ്റാക്കൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടും ആ ഒരു ടൈമിൽ പർച്ചേസ് ഇല്ലാതിരുന്ന ഒരു സമയമായതുകൊണ്ടും നിറയെ പൂക്കളുണ്ടായി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആഴ്ചയിൽ 7 ദിവസം കുറച്ചധികം ദിവസം നിൽക്കുന്നുണ്ട്. കറക്റ്റായിട്ട് 7 ദിവസമാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപാട് ദിവസം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്ലവറുമുള്ള ഒരു ഓൺ റൂട്ടഡ് ആയിട്ടും വരുന്ന ഒരു റോസാണ് 7 ഡേയ്സ്. നമ്മളിപ്പോൾ പറയാൻ വന്ന കഥ അതല്ല. ഞാനിനി പറയാൻ പോകുന്ന കഥ ഞാൻ ഇത്തവണ പർച്ചേസിന് പോയപ്പോൾ കണ്ട ഒരു 7 ഡേയ്സ് കാർഡിനെ കുറിച്ചാണ്. 7 ഡേയ്സ് റോസുകൾ വളരെ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു റോസ് ഗാർഡനാണിത്. അവിടുത്തെ മദർ പ്ലാന്റ്സ് നിരത്തി വെച്ചിരിക്കുന്നത് നിയന്ത്രണാതീതമായിട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടുത്തെ തണുത്ത ആ വെതറിലും അതുപോലെ അവർ കൊടുക്കുന്ന വളങ്ങളിലും അവർ അടിച്ചു കൊടുക്കുന്ന പെസ്റ്റിസൈഡ്സിലും എല്ലാം കൂടി ചേർന്നവർ വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ നാട്ടിലെയും ശീമക്കൊന്നകളൊക്കെ വളർന്ന് നിൽക്കുന്നത് പോലെ 7 ഡേയ്സ് ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലേ ഇത് കണ്ടിട്ട്? ഞാൻ കുറേ നേരം അതിൻ്റെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. സാധാരണയായിട്ട് നമ്മളിവിടുന്ന് പ്ലാന്റ്സ് എടുക്കുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് അവരോട് അനുവാദം ചോദിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അത്ഭുതപ്പെടാനില്ല. 7 ഡേയ്സ് ഇതുപോലെ നമ്മുടെ നാട്ടിലും ഇതുപോലെ വളർന്നില്ലെങ്കിലും ഞാൻ വളർത്തിയെടുത്തതുപോലെ നമുക്ക് എന്തായിരുന്നാലും വളർന്നു കിട്ടും. ഒരുപക്ഷേ എന്നേക്കാൾ കൂടുതൽ റോസ് വളർത്തുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്ക് എന്നേക്കാളും കൂടുതൽ നന്നായിട്ട് ഈ 7 ഡേയ്സ് റോസ് വളർത്തിയെടുക്കാൻ സാധിക്കും. നാട്ടു റോസുകളിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന നമ്മുടെ 7 ഡേയ്സ് റോസിൻ്റെ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് 7 ഡേയ്സ് റോസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളത് കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ഡേയ്സിൻ്റെ അതേ ഒരു ടീൻ സിസ്റ്റർ എന്ന് പറയുന്ന യെല്ലോ 7 ഡേയ്സ് കൂടി നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതിൻ്റെ പ്ലാന്റ് സൈസാണ് ഇനി നമ്മൾ കാണുന്നത്. യെല്ലോ 7 ഡേയ്സ് എന്നതിൽ കൂടുതൽ നാടൻ യെല്ലോ എന്നാണ് ഈ ഒരു റോസ് വെറൈറ്റി അറിയപ്പെടാറുള്ളത്. ശരിക്കും ഇതൊരു 7 ഡേയ്സിൻ്റെ വകഭേദം തന്നെയാണ്. ഇലകൾ നോക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലാകും. പൂവിൻ്റെ ഷേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമൽ 7 ഡേയ്സ് ഒരു സാൻഡൽ കളറും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കയറി വരുന്നതുമായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. എന്നാൽ യെല്ലോ 7 ഡേയ്സ് സെയിം ഷേപ്പ് തന്നെയാണ്, പക്ഷേ അതൊരു ലൈറ്റ് യെല്ലോ കളർ റോസാണ്. അത് ചില നേരങ്ങളിൽ നല്ല ഡാർക്ക് ഷെയ്ഡോട് കൂടിയും കാണപ്പെടാറുണ്ട്. ആ ഒരു യെല്ലോ ഷെയ്ഡ്. ഡൈബാക്ക് ഇഷ്യൂസൊക്കെ വളരെ കുറവ് വരുന്ന റോസ് വെറൈറ്റിയാണ് 7 ഡേയ്സ് റോസുകൾ. കാരണം അതിൻ്റെ സ്റ്റെമ്മ് മറ്റ് നാടൻ ചെടികളേക്കാൾ കൂടുതൽ സ്ട്രോങ്ങിലായിരിക്കും വരിക എന്നുള്ളതാണ്. 5 ലിറ്റർ സൈസ് പ്ലാന്റ്സ് ആണ് നമുക്ക് രണ്ടും അവൈലബിൾ ആയിട്ടുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള 7 ഡേയ്സ് റോസുകൾ യെല്ലോയും അതുപോലെ സാൻഡൽ 7 ഡേയ്സ് റോസും വേണമെന്നുള്ളവർ എത്രയും വേഗം തന്നെ മെസ്സേജ് ഇടൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.